والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. അഭിവന്ദനും ആദരണീയരുമായ സയ്യിദ് കൊടക്കൽ തങ്ങൾ അവരുടെ ബഹുമാന്യരായ സയ്യിദ് മുഹമ്മദ് വായ തങ്ങൾ ജാതിയേരി, നമ്മുടെ പ്രമേയ പ്രവേശനം നടത്താൻ ഇവിടെ എത്തിയ ബഹുമാന്യരായ അബ്ദുൽ അസീസ് ബാഖവി, അതേപോലെ മൈപ്പോത്ത് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അഹമ്മദ് ബാഖവി അരൂർ, മുജീബ് ബഹവി നാദാപുരം, സഹാബ് കാസിമി, പി കെ അബൂബക്കർ മാസ്റ്റർ, അങ്കെ പിൻഡാൻ മാസ്റ്റർ, കെ പി അഹമ്മദ് ഹാജി, മറ്റു നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, കേരള സുന്നി ജമാഅത്ത് വർഷങ്ങളായി നടത്തുവരുന്ന വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലെ ക്യാമ്പയിൻ ഈ വർഷവും വളരെ കാലിക പ്രസക്തമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ക്യാമ്പയിൻ നടത്തിയത്. എല്ലാ വർഷത്തേതും പോലെ തന്നെ തിരുനബി പ്രതിസന്ധികളിൽ ആലംബം എന്ന വളരെ മഹത്തായ ഒരു പ്രമേയമാണ് ഈ വർഷം സുന്നി ജമാഅത്ത് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 18 മുതൽ ഈ ക്യാമ്പയിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുകയും ഇന്ന് ഇതിവിടെ സമാപിക്കുകയും ചെയ്യുകയാണ്. മഞ്ചേരി ദാറുസ്സുന്നയിൽ വെച്ച് മഹാനായ മൗലാന അവർകൾ ഇതിന്റെ മഹത്തായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. പലവിധ പരിപാടികളുമായി ഈ വർഷത്തെ കോവിഡ്-19 നമ്മെ പല നിലക്കും പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രൂപത്തിൽ പിടിച്ചു കിട്ടിയപ്പോൾ സാധിക്കുന്ന വിധത്തിലെല്ലാം ഈ വർഷവും ഈ മീലാദ് ക്യാമ്പയിൻ നടത്താൻ അൽഹംദുലില്ലാഹ് നമുക്ക് സാധിച്ചിട്ടുണ്ട്. മൗലിദ് മജ്‌ലിസുകളും ലഘുലേഖ വിതരണങ്ങളും അതേപോലെ തന്നെ സർഗ സംഗമങ്ങളും ഇശൽ സായാഹ്നങ്ങളും മീലാദ് അലങ്കാരം തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികൾ ഈ ഒരു മാസക്കാലം നടന്നു കഴിഞ്ഞു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് സംബന്ധമായി ഓൺലൈൻ പരിപാടികൾ പല രൂപത്തിലും നടത്താൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. ഇന്ന് ഈ പരിപാടിയുടെ സമാപനം കുറിക്കപ്പെടുകയാണ്. വിശദമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സമയം അല്പം വൈകിയത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യം മാത്രം നിർവഹിക്കുകയാണ്. തിരുനബി പ്രതിസന്ധികളിൽ ആലംബം എന്ന മഹത്തായ വിഷയം ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇവിടെ പ്രതിപാദിക്കപ്പെടും. കോവിഡ് കാലത്ത് മനുഷ്യ സമൂഹം ആസകലം പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടിലുമാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നശ്വരമായ ദുനിയാവിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമല്ല ഏറ്റവും വലിയ പ്രതിസന്ധി. ഇത് കഴിഞ്ഞാൽ ശാശ്വതമായ ആഖിറ ലോകമുണ്ട്.
ആ ആഖിറ ലോകത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളുമാണ് ഏറ്റവും വലിയ പ്രയാസവും ബുദ്ധിമുട്ടുമെന്ന് മനസ്സിലാക്കുമ്പോൾ ആ ആഖിറ ലോകത്തിലും നമുക്ക് ആലംബമാക്കാനും അവലംബമാക്കാനുമുള്ളത് ആദരവായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പൂർണ്ണ വിശ്വാസമുള്ള ദൃഢവിശ്വാസമുള്ള മുഅ്മിനുകളായ നമുക്ക് ഈ നശ്വര ലോകത്തെ ചെറിയ ചെറിയ പ്രയാസങ്ങൾക്ക് തീർച്ചയായും ആ തിരുനബി തന്നെയാണ് അഭയവും ആലംബവും എന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കും. ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല, എന്റെ കർത്തവ്യം മാത്രം നിർവഹിക്കുക. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ മുഹമ്മദ് കോയത്തങ്ങൾ ജാതീയവരുകളാണ്. എല്ലാവിധ ബഹുമാന ആദരവോടെ ഈ മഹത്തായ യോഗത്തിലേക്ക് ഞാൻ ചെയ്തവരുകളെ സ്വാഗതം ചെയ്തു. ബഹുമാന്യരായ കുഞ്ഞാലി ഉസ്താദ് ഏറ്റവും അറിയിച്ചുകൊണ്ട് തന്നെ നേരത്തെ അറിയിച്ചതുപോലെ തന്നെ സുന്നി ജമാഅത്തിന്റെ കേരള സുന്നി ജമാഅത്തിന്റെ സ്റ്റേറ്റ് ട്രഷറർ കൂടിയായ ബഹുമാന്യരായ സയ്യിദ് ഹസൻ സഖാഫ് തങ്ങൾ തന്നെയാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷതാ പദവി അലങ്കരിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദവറുകളെ എല്ലാവിധ ബഹുമാന ആദരവുകളെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ എല്ലാമായ ബഹുമാനപ്പെട്ട ശൈഖുന കെ കുഞ്ഞാലി ഉസ്താദ് അവറുകളാണ്. കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ടവർ ഇൻഷാ അല്ലാഹ് ഈ വേദിയിലേക്ക് ഏതാനും നിമിഷങ്ങൾ എത്തുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. ഉസ്താദ് അവറുകളെയും എല്ലാവിധ ബഹുമാന ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രമേയ പ്രഭാഷണം നടത്തുന്ന ആദരണീയനായ അബ്ദുൽ അസീസ് ബാഖവി അവറുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിപ്പെട്ട ബഹുമാന്യനായ അബ്ദുറഹ്മാൻ മുസ്ലിയാർ മൈപ്പോൾ, അഹമ്മദ് ബാഖവി അരൂർ, മുജീബ് ഹബീബ് ആദാബരം, ഇസ്ഹാഖ് ഖാസിമി, പി കെ അബൂബക്കർ മാസ്റ്റർ, എന്റെ കുഞ്ഞാലി മാസ്റ്റർ, കെ പി അഹമ്മദ് ഹാജി, മുഹമ്മദ് കോയത്തങ്ങൾ ജാതിയേരി തുടങ്ങിയ മുഴുവൻ നേതാക്കന്മാരെയും നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും എല്ലാവരെയും ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കാൻ ബഹുമാന്യനായ സയ്യിദ് വടക്കട്ടങ്ങൾ അവരോട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലാ ഹദറത്ത് നബി സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. الحمد لله رب العالمين. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا محمد. اللهم اوصل ثوابنا وقرأناه من القرآن العظيم الى حضرة النبي محمد صلى الله عليه وسلم
وإلى أرواح سائر الأنبياء والمرسلين والصحابة والتابعين وأهل الخير أجمعين وإلى أرواح جميع مشايخنا كلهم أجمعين وإلى حضرة شيخنا المرحوم خاصة اللهم أمدنا بمددهم وانصرنا بنصرتهم واحمنا بحمايتهم واخذ علينا من فيوضاتهم واجعلنا تحت ظلهم ومددهم يا أرحم الراحمين وإلى أرواح آبائنا وأمهاتنا وأجدادنا وجداتنا وسائر أقاربنا وأحبابنا اللهم اغفر لنا ولهم وارحمنا وارحمهم واعف عنا وعنهم واجمع بيننا وبينهم في جنات النعيم ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة اللهم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا وأخرانا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين سيدنا محمد وآله وصحبه السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين إلى الله. ആദരണീയരായ വിഷയ അവതാരകർ മറ്റ് സ്റ്റേജിൽ ഉപവിഷ്ടരായ നേതാക്കന്മാരെ ഉടമക്കളെ സഹോദരങ്ങളെ ദാറുൽ ഖൈർ അധ്യാപകരെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ അവസാന ദിവസമാണ്. മാസം കണ്ടതായി റിപ്പോർട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ എഴുതിക്കാത്ത പ്രകാരം റബീഉൽ അവ്വലിന്റെ ഏറ്റവും അവസാനത്തെ ദിനമാണ് തിങ്കളാഴ്ച ദിവസം. ഇന്നത്തോടുകൂടി ഈ വർഷത്തെ റബീഉൽ അവ്വൽ അവസാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ വെച്ച് ചെയ്ത എല്ലാ ആളുകളും മറ്റെല്ലാ ആളുകളും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ബഹുമാന്യരായ മൗലാന അവരുടെയും കേരള സുന്നി ജമാഅത്തിന്റെ ബഹുമാന്യരായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അഷ്റഫ് ഹസൻ സയ്യിദ് അവരുടെയും മുഖ്യ നിർദ്ദേശപ്രകാരം വണ്ടൂർ ജാമിയ വഹബിയയിൽ നിന്ന് ഒക്ടോബർ 18-ാം തീയതി പിന്നെ തുടക്കം കുറിക്കപ്പെടുകയും ദാറുൽ ഖൈറിൽ വെച്ച് അത് അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ വളരെ പെട്ടെന്ന് ആ നിർദ്ദേശപ്രകാരം സംഘടിപ്പിച്ച ഒരു സംഗമമാണ് കേരള സുന്നി ജമാഅത്തിന്റെ ഈ വർഷത്തെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ ക്യാമ്പയിൻ. ഇത് നിർവഹിക്കുന്നത് മുതൽ ഏതാണ്ട് 10-13 വർഷമായി കേരള സുന്നി ജമാഅത്ത് നിർവഹിക്കുന്നു. എന്നാൽ തുടക്കം മുതൽ ഇന്ന് വരെ
സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന വിധം റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള നിരവധി വളരെ പ്രത്യേകമായ പ്രമേയങ്ങളാണ് സുന്നി ജമാഅത്ത് തിരഞ്ഞെടുക്കുകയും നടത്തുകയും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പരിപാടികൾ നടത്തുകയും ചെയ്യുന്നു. മൗലിദ് ജൽസയും ഇശലും പ്രമേയ പ്രഭാഷണങ്ങളും അതുപോലെ പ്രബന്ധ അവതരണങ്ങളും പരിപാടികളും ഒക്കെയായി നിരവധി പരിപാടികൾ ഇതിന്റെ പേരിൽ ഈ പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുനബി പ്രതിസന്ധിയിൽ ആരംഭമെന്ന പ്രമേയവുമായി നിരവധി പരിപാടികൾ നടത്തപ്പെടുകയുണ്ട്. ഈ പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രകൃതിയുടെ പ്രവാചകൻ എന്ന പേരിലായിരുന്നു പ്രളയവും അതുപോലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചതിന്റെ പേരിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രളയമായിരുന്നു കഴിഞ്ഞ വർഷം ഈ സംഘം തെരഞ്ഞെടുത്തിരുന്നത്. ഇന്ന് ലോകമാസകലം COVID-19 എന്ന് പറയുന്ന കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും കൃഷി സംബന്ധമായും എന്ന് വേണ്ട ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ, വ്യാപാരം ആയിരുന്നാലും ശരി, എല്ലാ മേഖലയിലും വളരെയധികം പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം. അപ്പോഴും ആലംബം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് അല്ലാഹുവിലേക്ക് ആ പ്രതിസന്ധിയുടെ പ്രയാസങ്ങളിൽ നിന്ന് മുക്തമാകാൻ അല്ലാഹുവിന്റെ പ്രവാചകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അല്ലാഹുവിനോട് കാര്യങ്ങൾ പറയുകയും പ്രതിസന്ധിയിൽ നിന്ന് ഒരു മോചനം ഉണ്ടാക്കുക എന്ന നിലക്ക്, ഇത് മാത്രവുമല്ല ഭൗതിക ലോകത്ത് മാത്രമല്ല പാരത്രിക ലോകത്തും എല്ലാ അമ്പിയാക്കന്മാർക്കും അമ്പിയ മുർസലുകൾക്കും മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭമാണ്. എവിടെ നോക്കിയാലും അല്ലാഹുവിന്റെ പ്രവാചകരുമായി ബന്ധപ്പെടാതെ ഒരു കാര്യവും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്തു തീർക്കാൻ അറിയാനുമില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രമേയം എന്തുകൊണ്ടും സാഹചര്യത്തോട് ഒത്തുവന്നിരിക്കുകയാണ്. അത് തന്നെയാണ് ഈ പ്രമേയം തിരഞ്ഞെടുക്കാൻ ഉണ്ടായിരുന്ന കാരണം. ഈ പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രസംഗകന്മാർ യൂട്യൂബിൽ നമ്മളൊന്ന് തുറന്നു നോക്കിയാൽ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നടന്ന ഒരുപാട് പരിപാടികൾ നമുക്ക് ദർശിക്കാനും ശ്രവിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാം. ഇന്ന് നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ടത് കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയും അതുപോലെ ജാമിയ ഫലാഹിയുടെ പ്രിൻസിപ്പളും പ്രസിഡന്റും സദർ മുദരിസും ഒക്കെയായ ബഹുമാനപ്പെട്ട ശൈഖുന കുഞ്ഞാലി ഉസ്താദ് അവരുകളാണ്. ഏതാനും സമയത്തിൽ ബഹുമാനപ്പെട്ടവർ ഇവിടെ എത്തുന്ന സമയത്ത് ഉദ്ഘാടന പ്രസംഗം ഇൻഷാ അല്ലാഹ് നടക്കുകയും ചെയ്യും. അതിനു മുമ്പ് വിഷയം അവതരണമുണ്ട്. അഹമ്മദ് ബാക്കവി, കുഞ്ഞാലി മാസ്റ്റർ, അബൂബക്കർ മാസ്റ്റർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് ഈ പ്രസംഗത്തെ, ഈ വേദിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ഉണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ യോഗത്തിലെ പ്രമേയ പ്രഭാഷണം
നടത്താൻ വേണ്ടി ബഹുമാനരായ അബ്ദുൽ അസീസ് ബാഖവി അവരുടെ എല്ലാവിധ ആദരവോടുകൂടെയും ക്ഷണിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. നാം മനസ്സിലാക്കിയതുപോലെ കേരള സുന്നി ജമാഅത്ത് പരിശുദ്ധമായ റബീഉൽ അവ്വലിനോട് അനുബന്ധിച്ചുകൊണ്ട് നടത്തിവരുന്ന തിരുനബി പ്രതിസന്ധികളിൽ കാലപ്പെടുന്ന മഹത്തായ വിഷയത്തിലുള്ള ക്യാമ്പയിനിന്റെ അവസാന സംഗമത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം ഖൈറും ബർക്കത്തും നന്മയും നൽകി അനുഗ്രഹിക്കുന്നു. ജീവിക്കുന്ന കാലം അത്രയും ഈമാനോട് തഖ്വയോട് റാഹത്തോടെ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക, മരിക്കുമ്പോൾ പൂർണ്ണ ഈമാനോടുകൂടി തന്നെ മരണപ്പെടുവാൻ നമ്മയും നമ്മോട് കടപ്പെട്ടവരെയെല്ലാം അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫരീഖൈനി മിൻ കൗമിൻ വമിൻ അജമീ هو الحبيب الذي ترجى شفاعته لكل هول من الأفعال مقتحمي دعا إلى الله والمستمسكون به والمستمسكون بهدي غير منفصلين. ഇമാം ബുസൈരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ സമ്പൂർണ്ണവും അർത്ഥ സമ്പൂർണവുമായ ഈ വരികളാണ് നമ്മുടെ ക്യാമ്പയിനിന്റെ സമാപനത്തിനോടനുബന്ധിച്ചുകൊണ്ട് സാംസ്കാരിക ലോകത്ത് നമുക്ക് നൽകാനുള്ളത്. പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അകപ്പെടുന്ന സന്ദർഭങ്ങളിലും മാത്രമല്ല, എല്ലാ ഘട്ടങ്ങളിലും അവസരങ്ങളിലും ഈ ലോകത്താകട്ടെ പരലോകത്താകട്ടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ സമൂഹത്തിൽപ്പെട്ടവർക്കാകട്ടെ, തൻ്റെ കാലത്ത് ജീവിച്ചിരുന്നവർക്കാകട്ടെ, തൻ്റെ കാലശേഷം ജീവിക്കുന്ന നമ്മെപ്പോലുള്ളവർക്കാകട്ടെ, ഇക്കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പദവിയിൽ വിരാജിക്കുന്ന ആളുകൾക്കാകട്ടെ അല്ലാതിരിക്കട്ടെ, ഇരു ലോകത്തിൻ്റെയും നേതാവാണ്, യജമാനരാണ്, സയ്യിദാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി والثقلين والفريقين من عرب ومن عجم. ഇത് ലോകത്തെല്ലാവർക്കും അറിയുന്ന, വിശ്വാസികൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണല്ലോ. അഷ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ സയ്യിദാണ്, യജമാനരാണ്, നേതാവാണ്. ഈ ലോകത്തെ മുഴുവനും അല്ലാഹു തആല
അവനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പഠിച്ചിട്ടുള്ളത് എങ്കിൽ ആ പടക്കപ്പെട്ട ലോകത്ത് ആദ്യമായി അല്ലാഹു തആല പഠിച്ചത് അവിടുത്തെ നൂറിനെ, അവിടുത്തെ ഒളിവിനെ, അവിടുത്തെ പ്രകാശത്തെ. ആ പ്രകാശത്തിൽ നിന്ന് ഈ ലോകത്തെ മൊത്തം അല്ലാഹു തആല പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകരോട് അഭേദ്യമായ ഒരു ബന്ധം, ഏറ്റവും വലിയ ഒരു ബന്ധം, മറ്റാരും തമ്മിലില്ലാത്ത ഒരു ബന്ധം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുണ്ട്. അത് ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കൾക്കുമുണ്ട്. മനുഷ്യർക്കുണ്ട്, ജിന്നുവർഗത്തിനുണ്ട്, മറ്റിതര ജീവജാലങ്ങൾക്കുണ്ട്, നിർജീവികൾക്കുണ്ട്, എല്ലാറ്റിനുമുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ആ ബന്ധം. ഈ അർത്ഥത്തിൽ എല്ലാ മഖ്ലൂഖാത്തുകളുടെയും സൃഷ്ടിജാലങ്ങളുടെയും ഉണ്മയുടെ തുടക്കമായ അതിന്റെ സത്തായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരംഭമാണ്, അവരംഭമാണ് എന്ന് പറയേണ്ടതുണ്ടോ? ഇതിൽ നിന്ന് തന്നെ നമുക്കെല്ലാവർക്കും എപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരംഭമായിരിക്കും എന്നത്. സയ്യിദായതുകൊണ്ട് മാത്രമായില്ലല്ലോ. ആ സയ്യിദ് യജമാനർ ഏത് വിധത്തിലുള്ള യജമാനരാണ്? ഒരു സയ്യിദിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, ആ ഗുണങ്ങളെല്ലാം ഒത്തുടങ്ങിയ യജമാനരാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതുകൂടി നാം മനസ്സിലാക്കുമ്പോഴാണല്ലോ ആ യജമാനരെ അവലംബമായി കാണുമ്പോൾ, ആരംഭമായി കാണുമ്പോൾ അതിൽ ഫലമുണ്ടാകുന്നത്. ഞാനൊരു നേതാവാണെന്ന് സ്വയം ചമഞ്ഞുകൊണ്ട് നേതൃത്വം ഏറ്റെടുത്തതല്ല, ആവശ്യപ്പെട്ടുകൊണ്ട് നേടിയെടുത്ത് തന്റെ കാര്യലാഭത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന നേതൃസ്ഥാനമല്ല. താൻ യജമാനരാകുന്നു, നേതാവാകുന്നു എന്നത് ആ തിരുനബി തങ്ങളെ ലോകത്ത് പറഞ്ഞയച്ച, ലോകത്തിന് നൽകിയ അല്ലാഹു തആല നമ്മോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളും ആ തിരുനബി തങ്ങളിൽ ഒത്തിണങ്ങിയിട്ടുണ്ട്. തൗബ സൂറയുടെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞല്ലോ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്ക് നിങ്ങളാകുന്ന മനുഷ്യവർഗത്തിന്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ, ആ മനുഷ്യവർഗത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന അറബ് സമൂഹത്തിൽ നിന്ന് തന്നെ, അറബ് സമൂഹത്തിലും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ബനൂ അബ്ദുൽ മുത്തലിബിന്റെ ആ പരമ്പരയിലൂടെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകരെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പ്രവാചകർ വന്നെത്തിയിട്ടുണ്ട്. ആ പ്രവാചകരെ അല്ലാഹു നിങ്ങൾക്ക് പ്രവാചകരായി പൊരുത്തപ്പെട്ട് തീരുമാനിച്ച് സയ്യിദായി നൽകിയിട്ടുണ്ട്. എന്താണ് ആ പ്രവാചകരുടെ ഗുണങ്ങൾ? എന്താണ് ആ യജമാനരുടെ ഗുണങ്ങൾ? അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ പ്രതിസന്ധികൾ ആ പ്രവാചകർക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. ആ പ്രവാചകരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ അല്പം പ്രയാസപ്പെടുന്നത്, അല്പം ബുദ്ധിമുട്ടുന്നത്, അല്പം ദുഃഖിക്കുന്നത് ആ പ്രവാചകർക്ക് സഹിക്കാൻ സാധ്യമല്ല. ഏത് പ്രതിസന്ധികൾ നിങ്ങൾക്ക് വരുന്നുവോ ആ പ്രതിസന്ധികളെല്ലാം ആ പ്രവാചകർക്ക് വളരെ വിഷമമാണ്, വളരെ പ്രയാസമാണ്. മാത്രമല്ല ഹരീസുൻ അലൈക്കും, നിങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നത്, നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നത്, നിങ്ങൾക്ക് ആനന്ദമുണ്ടാകുന്നത്, നിങ്ങൾക്ക് രക്ഷയുണ്ടാകുന്നത് ആ പ്രവാചകർക്ക് ഏറ്റവും വലിയ ആർത്തിയുള്ളതും സന്തോഷമുള്ളതുമാകുന്നു.
ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തുണങ്ങിയ സുന്ദരമായ വിവരണമാണല്ലോ അല്ലാഹു തആല ചെറിയ വാക്കുകളിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. തന്റെ പ്രജകൾ, തന്റെ അനുയായികൾ, ആ അനുയായികളോട് അവർക്ക് ഒരൽപ്പമെങ്കിലും വിഷമം വരുന്നത്, പ്രയാസം വരുന്നത് അവിടുത്തേക്ക് പ്രയാസമാണ്. അനുയായികൾക്ക് സന്തോഷമുണ്ടാകുന്നത് അവിടുത്തേക്ക് വലിയ ആനന്ദമാണ്, വലിയ സന്തോഷമാണ്. തന്റെ അഭിലാഷവും പ്രതീക്ഷയും ആ അനുയായികളുടെ സന്തോഷവും ആനന്ദവുമാണ്. മാത്രമല്ല بالمؤمنين رؤوف رحيم മുഅ്മിനീങ്ങളെ കൊണ്ട് പ്രത്യേകിച്ചും അങ്ങേയറ്റത്തെ കരുണയും സ്നേഹവും ഇഷ്ടവും ഉള്ളവരാകുന്നു ആ പ്രവാചകർ. അത്തരം ഒരു പ്രവാചകർ നിങ്ങൾക്ക് നേതാവായിട്ട് വന്നെത്തിയിരിക്കുന്നു. നിങ്ങൾ അവരെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം, അവരെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം, അവരെ നിങ്ങൾ അവലംബമാക്കണം, അവരെ നിങ്ങൾ ആരംഭമായി കാണണം എന്ന് അല്ലാഹു തആല പറഞ്ഞ ഈ ആയത്ത് വിവരിക്കുന്ന മിക്ക തഫ്സീറുകളിലും കാണാം. വഹത്താനില്ലായതാനി ഫീഹിമാ അമാനും മിൻകുല്ലി മക്റൂഹ്. ഈ ആയത്തിൽ പറഞ്ഞ പ്രവാചകർ ആരംഭമാണെന്ന് മനസ്സിലാക്കാൻ ഇതിലധികം വേണോ? അല്ലാഹു തആല ആ പ്രവാചകരുടെ സയ്യിദിയത്തിനെ വിവരിച്ചുകൊണ്ട് നമ്മോട് പറഞ്ഞ രണ്ടായത്തുകൾ, ഈ ആയത്തുകളെ സംബന്ധിച്ചിട്ട് മഹത്തുക്കളായ മുഫസ്സിറുകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് വഹത്താനില്ലായതാനി ഫീഹിമാ അമാനും മിൻകുല്ലി മക്റൂഹ്. ഈ രണ്ടായത്തുകൾ പാരായണം ചെയ്താൽ തന്നെ എല്ലാ പ്രതിസന്ധികളിലും അത് ആലംബമാണ്, രക്ഷയാണ്. ഇതിലേറെ നമ്മൾ എന്തറിയണം? ആ പ്രവാചകരെ വിവരിച്ചു തരുന്ന പ്രവാചകരാകുന്ന ആ നിഅമത്തിനെ അല്ലാഹു തആല വിവരിക്കുന്ന ആയത്ത്, ഈ ആയത്ത് ഒരാൾ പാരായണം ചെയ്താൽ അതിൽ തന്നെ എല്ലാ അനിഷ്ടകരമായ പ്രയാസകരമായ പ്രതിസന്ധികളിൽ നിന്നും മോചനമുണ്ടെന്ന് മഹാന്മാർ പഠിപ്പിക്കുമ്പോൾ ആ ആയത്തിൽ പരാമർശിപ്പിക്കപ്പെട്ട സ്വഭാവ ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങിയ യജമാനരായ സയ്യിദായ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരംഭമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എത്ര പെട്ടെന്ന് കഴിയും? വിവരിച്ചുകൊണ്ട് തന്നെ മഹത്തുക്കൾ പറഞ്ഞു തന്നിട്ടില്ലേ? ويكرر الآية الثانية صباحا وصبيا مساء أمنه الله من كل مكروه لقد جاءكم من نعلم مدل فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഈ രണ്ടായത്തുകൾ രാവിലെയും വൈകുന്നേരവും ഓതുന്ന സമയത്ത് രണ്ടാമത്തെ ആയത്ത് 7 വട്ടം മടക്കി ഓതുകയും ചെയ്താൽ അമിനഹുല്ലാഹു മിൻ കുല്ലി മക്റൂഹ്, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു തആല അവന്റെ മോചനം കൊടുക്കുമെന്ന് ഈ ആയത്തുകളെ സംബന്ധിച്ചിട്ട് പറഞ്ഞത് നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല പഠിപ്പിച്ചതനുസരിച്ചുകൊണ്ട് ആലംബമായി കാണാത്തവരാണ് നാം. കൂടുതലൊന്നും പോകേണ്ടതില്ല. നാം സാധാരണ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന മഖ്ബൂസ് മൗലിദിൽ തന്നെ നമ്മോട് സുന്നത്തി മഖ്ദൂം തങ്ങൾ അവരുകൾ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഇതെവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, എന്താണ് ചരിത്രത്തിന്റെ ഭാഗങ്ങൾ എന്നൊന്നും നമ്മൾ ആലോചിക്കേണ്ടതായിട്ടില്ലല്ലോ. ചരിത്രത്തിന്റെ ഇങ്ങേതലത്ത് ജീവിക്കുന്ന എന്റെയും നിങ്ങളുടെയും കടമ എന്താണ്? നമ്മുടെ മുൻഗാമികളും മഹത്തുക്കളും സച്ചരിതരും എന്താണോ പഠിപ്പിച്ചത്, കാണിച്ചത്, അത് വിശ്വസിക്കുകയും അതനുസരിച്ചുകൊണ്ട് നീങ്ങുകയുമാണല്ലോ. ഇസ്ലാമിന്റെ നിയമങ്ങളൊന്നും ഇക്കാലം വരെയും തീരുമാനിക്കപ്പെട്ടിട്ടില്ല എന്ന് വന്നാൽ അത് ഏറ്റവും വലിയ ഒരു കുറവല്ലേ? ഒരു സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകരുടെ ജന്മദിനം ഏതാണ്, ആ ദിവസം ഏതാണ്, ആ സമയം ഏതാണ്, അതിലിങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കുകയാണോ? അല്ല, എല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ തീരുമാനിക്കപ്പെട്ടതാണ് മഹാന്മാർ നമ്മെ അടിക്കടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അലാ
هو الذي توسل به آدم وافتخر بكونه والدا واستغاث به نوح فنجا من الردى وقال في سلب الخليل إبراهيم عليه السلام فعاد وصار لفها محمدا. മൗലിദിൽ നാം ഓതിക്കൊണ്ടിരിക്കുകയാണ് അലാ അറിയണം ഹുവല്ലദീ തവസ്സല ബിഹി ആദം വഫ്തഖറ ബികൗനിഹി വാലിദൻ അവ്വലുന്നാസ്. അവിടുന്ന് ഇങ്ങോട്ടാണല്ലോ മനുഷ്യകുലത്തിന്റെ തുടക്കം. ആ തുടക്കക്കാരനായ ഒന്നാമത്തെ പ്രവാചകരായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ തിരുനബിതങ്ങളെ ആലംബമായി കണ്ടിട്ടുണ്ട്, ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഫലം തനിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വത്തവാസ ബിഹി നൂഹ് ഫനജാ മിനർ റദാ. തിരുനബിതങ്ങളെ ആലംബമായി അവലംബമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, സ്വന്തം ജീവിതത്തിലൂടെ പ്രയോഗത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല ലോകത്തെ ഏറ്റവും ഉയർന്ന വിഭാഗമാണല്ലോ അംബിയ. ആ അംബിയാക്കളിൽ ഉലുൽ അസ്മുകൾ, ആ ഉലുൽ അസ്മുകളിലും അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം വളരെ പ്രധാനപ്പെട്ടവരാണല്ലോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ താൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആരംഭരുടെ രൂപവും അവിടുത്തെ പരിശുദ്ധമായ നുഹത്തിന്റെ ഭാഗവും ഉണ്ടായത് കൊണ്ടാണ് അവിടത്തേക്ക് വലിയ രക്ഷ ആ വലിയ അഗ്നിയിൽ നിന്ന് അല്ലാഹു തആല കൊടുത്തത് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ ആരംഭമായി നിൽക്കവർ അവിടുന്ന് ഇങ്ങോട്ടല്ലേ പിന്നീട് നാം ആലോചിക്കേണ്ടതായിട്ടുള്ളത്. അവരുടെ താഴെ നിൽക്കുന്ന ആളുകൾ അരമ്പരവിധങ്ങളുടെ കാലത്തോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, അലിയാർ തങ്ങളെ പോലെ, ഉസ്മാൻ ബിൻ അഫ്ഫാനിനെ പോലെ, അബൂ ഹുറൈറ തങ്ങളെ പോലെ എന്ന് പറയേണ്ടതില്ല. ഏറ്റവും താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ വധുക്കളെന്നോ നാട്ടറബികളെന്നോ നാം പറയുന്ന അറാബികളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും ആ പ്രവാചകരെ കണ്ടതെങ്ങനെയാണ്? വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ ഫഅയ്നാ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലാ റസൂലി. ഇതായിരുന്നില്ലേ സഹാബാക്കളുടെ മൊത്തം നിലപാട്? അവരുടെ കാലശേഷം വന്നവരോ ഏത് ഇമാമുകളെ നാം എടുത്തു പരിശോധിച്ചാലും ഇത് തന്നെയല്ലേ ചരിത്രത്തിൽ കാണുന്നത്? ആരംഭരഹിതങ്ങളാണ് എല്ലായ്പ്പോഴും അവരുടെ അവലംബം, അവരുടെ ആലംബം. ലൗ ഉരിഅലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഫതായി മാ അദത്തു നഫ്സി മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞവരെ അക്കൂട്ടത്തിലുണ്ടല്ലോ. ഞാൻ സദാ എന്റെ ആരംഭമായ പ്രവാചകരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവാചകരുടെ കാഴ്ച ഒരൽപ്പനേരം എനിക്ക് തടയപ്പെട്ടാൽ എന്റെ ശരീരത്തെ ഞാൻ വിശ്വാസികളുടെ കൂട്ടത്തിൽ പോലും എണ്ണുകയില്ല എന്ന് പറഞ്ഞ വിധത്തിലാണ് ആ പ്രവാചകർ ആലംബമായി അവലംബമായി രക്ഷകരായി വരുന്ന വിധം മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളതെങ്കിൽ നമുക്കും ഇത് തന്നെയാണ് രക്ഷ, നമുക്കും ഇത് തന്നെയാണ് അഭയം, നമുക്കും ആ പ്രവാചകരിൽ തന്നെയാണ് പ്രതീക്ഷ. അതുകൊണ്ടാണ് ഉച്ചയിസ്തരം റബീഉൽ അവ്വലിന്റെ പൊന്നമ്പൊളി വാനത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ പാടിക്കൊണ്ടിരുന്നത് യാ ഖുറബൽ ഖൽഖി മാലി മൻ അലൂദു ബി സിവാക ഇൻദഹുലു ലിൽ ഹാദിസിൽ അമീമി. ഏറ്റവും വലിയ പ്രയാസമാകുന്ന മരണത്തിന്റെ ഘട്ടത്തിൽ, പരലോകത്തിന്റെ ഘട്ടത്തിൽ പ്രിയപ്പെട്ട പ്രവാചകരെ അങ്ങയല്ലാതെ മറ്റാരാണ് ഞങ്ങൾക്ക് അഭയമായിട്ടുള്ളത്, ആലംബമായിട്ടുള്ളത്? ഞങ്ങൾക്കത് ആലംബമാണെന്ന് ഉറപ്പുണ്ട്, രക്ഷയുണ്ടെന്ന് ഉറപ്പുണ്ട്. إذا الكريم تحلى
ബിസ്മി മുന്തഖിബി. ഒരാളെയും കണ്ടാൽ അനുവദിക്കാതെ എല്ലാവരെയും വരച്ച വരയിൽ നിർത്തിയിട്ട് താൻ വെച്ച കാലിൽ ഒരിടത്ത് വെച്ച് മറ്റൊരിടത്തേക്ക് മാറ്റി വെക്കാൻ സമ്മതിക്കാതെ മുഴുവൻ അമ്പിയാക്കൾ വരെ നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പരലോകത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന അല്ലാഹു എന്ന ലോകത്തിന്റെ ഉടമസ്ഥന്റെ കാര്യസ്ഥനായി കാര്യങ്ങളൊക്കെ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തേക്ക് അല്ലാഹു കൊടുക്കുന്ന ആദരവ്, അവിടുത്തേക്ക് അല്ലാഹു കൊടുക്കുന്ന ബഹുമാനം, അവിടുത്തേക്ക് അല്ലാഹു കൊടുക്കുന്ന സമ്മതം, ഈ സമ്മതങ്ങൾ പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങയിൽ രക്ഷയുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചും വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് പ്രവാചകരെ, അങ്ങ് ഞങ്ങളെ കൈപിടിയരുതേ, അങ്ങ് ഞങ്ങളെ ആരംഭമായി സ്വീകരിക്കണേ, രക്ഷപ്പെടുത്തണേ, അങ്ങ് ഞങ്ങളോട് കനിയണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ തന്നെയാണ് ലോകത്തുള്ള എല്ലാവരുടെയും രക്ഷ, എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ ഈ പ്രതീക്ഷ ലഭിക്കണമെങ്കിൽ അവിടുന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കൈകളിലേക്ക് നൽകിയ ഇസ്ലാമിന്റെ സുന്ദരമായ സംസ്കാരങ്ങളില്ലേ, ആ സംസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. ഇതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഈ സമയത്തും ഈ ഉസ്താദുമാരുടെ വിളി കേട്ടുകൊണ്ട് ഇവിടെ എത്തിയ എന്റെ പൊന്നുമക്കൾ, എന്റെ പ്രിയപ്പെട്ട മക്കൾ, ദാറുൽ ഖൈറിന്റെ പരിശുദ്ധമായ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് മഹത്തുക്കളായ ആലിമീങ്ങളിൽ നിന്ന് പരമ്പരാഗതമായി പകർന്നു കിട്ടിയ അറിവ് അത് നേടാൻ അവസരം ലഭിച്ച ഭാഗ്യവാന്മാരായ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് വലിയ ഒരു ഭാവിയുണ്ട്, വലിയ ഒരു പ്രതീക്ഷയുണ്ട്. നാം എത്തിപ്പെട്ടത് മഹത്തുക്കളിൽ മഹത്തുക്കളായ ആളുകളുടെ സന്തോഷമുള്ള പൊരുത്തമുള്ള ഇൽമിന്റെയും അറിവിന്റെയും കേന്ദ്രത്തിലേക്കാണ്. അവിടുന്ന് നമുക്ക് പഠിക്കാനുള്ളത് ആ പ്രവാചകർ ലോകത്തിന് നൽകിയ സംസ്കാരങ്ങളാണ്, ഇസ്ലാമിന്റെ സുന്ദരമായ കർമാനുഷ്ഠാനങ്ങളാണ്, വിശ്വാസ കാര്യങ്ങളാണ്, സ്വഭാവശാസ്ത്രങ്ങളാണ്. ഇതൊക്കെ കൈവിന്റെ പരമാവധി നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് നേടിയെടുക്കാൻ, സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, സ്ഥാപനത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു തന്ന ഈ പ്രധാനപ്പെട്ട നിഅമത്തിനെ ഉപയോഗപ്പെടുത്തി ഭാവിയിൽ ലോകത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ പ്രവാചകരെ ഉയർത്തി കാണിക്കാൻ, ഇസ്ലാമിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ, പരിശുദ്ധ ദീനിന്റെ ശിലാകളെ വെളിച്ചപ്പെടുത്തി നിർത്താൻ നമുക്കും അവസരമുണ്ടായാൽ അത് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ നിഅമത്താണ് എന്നോർത്തുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു തന്ന, നമുക്ക് അല്ലാഹു തന്ന ഈ വലിയ നിഅമത്തിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം അവസാനമായി അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്ന, ഇരുലോകത്തും വിജയിക്കുന്ന, സ്വീകരിക്കപ്പെടുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്ക് ധാരാളമുണ്ട് എന്നറിയാം. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി അവസാനിക്കും. ബോധസ്കരിച്ച ഉടനെ തുടങ്ങണമെന്ന് മനസ്സിലാക്കിയതായിരുന്നു കത്തുകൊണ്ട് കൽപ്പിന്റെ ആവശ്യം. ഈ യോഗത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കാൻ ശേഖരി കുഞ്ഞാലി സാർ അവരുടെ എല്ലാവിധ ആദരവുകളോടെയും കഴിയും. സംഘടിപ്പിച്ച ഒരു മാസം നീണ്ടുനിന്ന് വിവാദത്തിൻ്റെ സമാപനമാണ് ഇവിടെ നടക്കുന്നത്. 6 സൈഡിൽ വെച്ചാണ് അതിൻ്റെ സമാപനം. ഞങ്ങൾ പങ്കെടുക്കണം എന്ന് പറഞ്ഞു വന്നു, മജ്‌ലിസ് കഴിഞ്ഞു, ബർക്കത്തെടുത്ത് പോവുക എന്ന് മാത്രമേ നാം ഉദ്ദേശിച്ചുള്ളൂ. നേരത്തെ തുടങ്ങിയ യോഗമാണ്. ഇനിയും അഹമ്മദ് ബാബുക്ക് പ്രസംഗിക്കാനുണ്ട്. അതായത് ഈ ഇവിടെ ഇരിക്കുന്ന ഈ ദാറുസൈനിക പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇവരെല്ലാവരും ഉണ്ടോ എന്നൊന്നും അറിയില്ല. ഇവിടെ പങ്കെടുത്ത വിദ്യാർത്ഥികൾ മുഴുവനും ഈ ദാറുസൈനിക വെച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇവിടെ വെച്ചാണ് നമ്മുടെ ഈ ഗംഭീര സമാപനം നടക്കുന്നത്. ഇവിടെ എല്ലാവരും സംസാരിച്ചതുപോലെ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട, ഏറ്റവും അറിഞ്ഞ് പ്രവർത്തിക്കേണ്ട ഈ ചുറ്റുപാടിലാണ് നാമത്തെ ജീവിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം തങ്ങളെ ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയും പഠിപ്പിച്ചതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ അത് ഏറ്റവും നല്ലത് ഏറ്റവും നമുക്ക് ആവുന്ന അത്രയും കൊണ്ടുവരാൻ നമുക്ക് ബാധ്യതരാകുന്ന ചുറ്റുപാടിലാണ് നമുക്ക് ഇന്ന് നിലകൊള്ളുന്നത്. കാരണം എല്ലാവരും പറയുന്നത് ഇപ്പോഴത്തെ ഈ ചുറ്റുപാടിലൊക്കെ എന്താണോ ആളുകളൊക്കെ പറയുന്നത് അത് പൂർണ്ണമായി നാം അനുസരിക്കണം എന്ന് മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിലതൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ജീവിച്ചെങ്കിലേ നമുക്ക് സാധിക്കുള്ളൂ എന്നാണ് ചില സംസാരത്തിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കുന്നത്. നമ്മൾ നാട്ടിൽ എല്ലാവരും പഠിക്കുകയും കിതാബുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ്. ഇത് നേരം പറഞ്ഞ് ഈ സമയത്തിനടുത്ത് നമുക്ക് ചെയ്യാനൊക്കെ കഴിയും. നാം ഒന്ന് ഒരു ആത്മപരിശോധന നമ്മൾ നടത്തുക. നേരത്തെ ഇവിടെ കസിസ് ബാക്കി പറഞ്ഞതുപോലെ രാവിലെ പഠിച്ചിട്ടുണ്ട്, വൈകുന്നേരം ചൊല്ലേണ്ടതുണ്ട്. നമുക്ക് എത്ര പേർക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് നാം ഒരു പരിശോധന നടത്തും. അതേസമയം നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങി നമ്മൾ ഈ മോസ്കൂടിയില്ലെങ്കിൽ നമ്മളോട് ഉപദേശിക്കാൻ എത്ര ആളുകളാണുള്ളത്. ഈ മസ്തിയില്ലേ എന്തായിരുന്നാണ് കഴിക്കുന്നത്. അപ്പൊ ഇതിലെല്ലാം പഠിക്കുന്നതും പുറത്തിലാണ് ആളുകളെ ഇന്ന് നേരം കൊടുത്ത് ഇന്നേരാണെങ്കിൽ ഒരു അഴുക്ക് പെരുമാറ്റത്തിലായിട്ടാമാദ്യം ചെയ്യുന്നു. ബിസ്മില്ലാഹിൽ ആദ്യമായ സ്പേസിൽ ഒരു മനുഷ്യൻ നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ ഈ മോമൂടി ധരിച്ചാൽ എല്ലാം കഴിഞ്ഞു, അല്ലെങ്കിൽ ഇതൊക്കെ പാലിച്ചാൽ എല്ലാം കഴിഞ്ഞു എന്നാണ് ചിലവൊക്കെ ധാരണ. അങ്ങനെയാണ് നമ്മൾക്ക് തന്നെ ചിലവ്. അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. സുരക്ഷയൊക്കെ നമ്മൾ തന്നെ പാലിക്കേണ്ടതൊക്കെ തന്നെയാണ്. ആദ്യമൊക്കെ നമ്മളൊക്കെ പാലിക്കേണ്ടത് തന്നെയാണ്, അതിനൊന്നും സംശയമില്ല. പക്ഷെ നമ്മൾ കൂടുതലായി ഈ ഇതിലാണ് സംശയത്തിന്റെ നിലയിലാണ് പറയുന്നതെങ്കിൽ എന്തൊക്കെ സംശയത്തിന് നമ്മൾ വരാൻ സാധ്യതകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ള ആളുകളൊക്കെ അതനുസരിക്കുന്നവരാണ്. സംശയത്തിന്റെ അല്ലെങ്കിൽ ഇത്തിമാറിന് പലതും വരാറുണ്ട്. നമ്മൾ ആളുകൾ വൈകൊണ്ട് വിശ്വസിക്കുന്നവരാണ്. ശരിക്കും പൂർണ്ണമായി മറന്ന കാര്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നവരാണ് സത്യവിശ്വാസികളാണ്. നമ്മളല്ലാത്ത വേറെ ആൾക്കാർ കിട്ടും. മരിച്ചതിന് ശേഷം കബറിൽ വെച്ചത് മുൻകർ നീക്കി അലിമുസ്ലാത്തു സലാമിൽ മലക്കുന്നു എന്ന് പറയുന്നത് ആരായാലും കണ്ടിരുന്നു. ഒരുപാട് കാലമാണ് നമ്മൾ കബറിൽ വന്നിരിക്കുന്നത്. നമ്മളാരും കാണുന്നില്ലല്ലോ. ചോദിക്കുന്ന മറുപടി പറയും കാണുന്നില്ല. ഇത് വിശ്വസിക്കാൻ മുസ്ലിങ്ങളല്ലാതെ കിട്ടും. വേറെ വ്യക്തികളോട് നിങ്ങൾ പറഞ്ഞു വെക്കും. അങ്ങനെ ഒരു മനസ്സ് വരും. എന്താ വിശ്വസിക്കുന്നതിന് തടസ്സം എന്താണുള്ളത്? ഒരു സാധ്യതയല്ല. മുസ്ലിങ്ങൾ പറയുന്നത് സാധ്യതയുണ്ട്. മരിച്ചതിന് രണ്ട് മനസ്സ് ചോദിക്കും, ഇരിക്കും, അങ്ങനെ ഇരുത്തും, അങ്ങനെയൊക്കെ ഇത് സാധ്യത വെച്ചിട്ട് ഈ വിഭാഗം ആളുകൾക്ക് അത് അംഗീകരിച്ചുകൂടെ? എനിക്ക് തോന്നിയാൽ പറയുകയാണ് ഇതൊരു സാധ്യതയല്ല. ഈ വൈറസ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സാധ്യതയാണ്. ഒരു മീറ്റർ നിന്നാൽ പോരാ, 4 മീറ്റർ നിന്നാൽ ഇത് റേഡിയോ ഞാൻ കേട്ടത്. അപ്പോൾ 2 മീറ്റർ നിന്നാലും പോരാ, 4 മീറ്റർ നിന്നാലും ഇത് ഈ സാധനം കാര്യം എന്നാ പറയുന്നത്. എന്ത് കാര്യം നമ്മളാരും കണ്ടു നമ്മളടിക്കില്ലാതെ കണ്ടിട്ടോ നമ്മൾ ഇത് പറയാൻ പാടില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് ശരിക്കും ബോധ്യമുണ്ടെങ്കിൽ ഈ പറയുന്നത് ബീജാണ്, അതായത് വൈറസ് എന്ന് പറഞ്ഞാൽ അത് കാര്യം നമ്മൾ കാണിക്കണം. എന്നാലും വിശ്വസിക്കാൻ എന്നാലേ സാധിക്കുന്നുള്ളൂ. ഇപ്പറഞ്ഞതൊക്കെ അംഗീകരിച്ചോ. രണ്ടാമതൊരു ജീവിതം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. രണ്ടാമതൊരു ജീവിതത്തിന്റെ സാധ്യത വെച്ചിട്ട് അത് അംഗീകരിക്കണ്ടേ എല്ലാവരും? രണ്ടാമതൊരു ജീവിതം ഇവിടുന്നുള്ള ആളുകൾ എല്ലാവിധ തോന്നിവാസങ്ങളും ചെയ്യുകയാണ്. ഇതിനൊക്കെ അറിഞ്ഞു വരിക. എല്ലാവരും എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യുന്നു. ഇവിടെ അങ്ങനെയാണ്. ഇത് ഒരു പരിഹാരം ഉണ്ടാവുക. അള്ളാഹ് ഇന്ന വറാ ഹാദി ദാരിലെ ദാറ എന്നതൊരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. പിതാക്കളെ പറഞ്ഞു. അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ കയ്യിലുള്ള കാര്യക്കാരനെ ഇതിനൊക്കെ ഒരു അറിവിന് വേണ്ടിയാണ്. ഇതിനൊക്കെ ഒരു പ്രതിഫലം ശിക്ഷയും രക്ഷയൊക്കെ വരുന്ന ഒരു ഇടം വേണ്ടേ? വേണമല്ലോ, എന്തായാലും വേണം. അത് സത്യവിശ്വാസികളാളൊക്കെ പറയുന്നത് അതെന്താ വിശ്വസിക്കാത്ത എന്താ ഉൾക്കൊള്ളാൻ കഴിയാത്തത്? അത് സാധ്യത വെച്ച് തന്നെ അങ്ങനെ ഉണ്ടാകണമെന്ന് പറയേണ്ടതല്ലേ? അപ്പൊ സാധ്യത വെച്ച് നോക്കുമ്പോൾ പലതും ഉണ്ട്. അതേ ഈത്യമാർഗം അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ആ സാധ്യത എല്ലാവരും അംഗീകരിക്കണം. നമ്മളും അംഗീകരിക്കണം, അവിശ്വാസികളും അംഗീകരിക്കണം. അങ്ങനെ സാധ്യതയുണ്ട്. ഇങ്ങനെ വരാൻ കഴിയും. ഇങ്ങനെ ഇവിടുന്ന് എല്ലാ ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ അതിന് പരിഹാരം വേണ്ട, നല്ലത് ചെയ്താൽ അതിന് പ്രതിഫലം കിട്ടണില്ല. അതിന് മറ്റൊരു ഇടം ഞാൻ വല്ലാത്ത മറ്റൊരുണ്ട്. ഉറപ്പഞ്ഞാണ് സത്യവിശ്വാസികളെ ശരിക്കും വിജയിച്ചിട്ടുണ്ട്. ആത്തരം വിശ്വാസികളൊന്നും മാർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. ഇവിടെ എന്തും ചെയ്യാമെന്നും എന്തും പറയാമെന്നും എന്ത് ചെയ്താലും ഇവിടെ ചോദ്യമില്ല എന്ന നിലക്ക് ചിലരൊക്കെ
ഇതിലപ്പുറം ഒരു ലോകം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. എന്താ ഖുർആനിലാകെ 2 സംഗതിയാണ് ഉള്ളത്. നമ്മളും അവിശ്വാസികളുമായിട്ട് നമ്മൾ ഏറ്റവും 2 സംഗതിയിൽ എതിർപ്പുണ്ട്. ഒന്നതാണ് രണ്ടാമതൊരു ജീവിതമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ രണ്ടാമതൊരു ജീവിതമുണ്ട് സത്യവിശ്വാസികളായ ആളുകളൊക്കെ അംഗീകരിക്കുന്നു. എല്ലാവരും അംഗീകരിക്കേണ്ടത് തന്നെയാണ് സത്യവിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും വിശ്വസിക്കേണ്ടത് തന്നെയാണ് രണ്ടാമതൊരു ജീവിതം വരാനുണ്ട്. ഇല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടംപോലൊക്കെ ചെയ്യാം. അതുകൊണ്ട് അപ്പോ രണ്ടാമതൊരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കാൻ ആർക്കും കഴിയല്ല. ഇതിനോടെല്ലാം അവസാനിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതൊക്കെ ഒരു സാധ്യത വെച്ചിട്ടെങ്കിലും ചിലർക്ക് അംഗീകരിക്കേണ്ടതല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നത്. ഇങ്ങനെ പല സാധ്യതകളും നീക്കിപ്പാടാത്ത അങ്ങനെ ഈ വൈറസ് ഇങ്ങനെ പറയുന്നതൊക്കെ പറയുന്നത് അതേ സാധ്യത പലതുമുണ്ട്. അതൊക്കെ എല്ലാവരും അംഗീകരിക്കേണ്ടതാണ്. നമ്മൾ അംഗീകരിക്കണം, എല്ലാത്തവരും അംഗീകരിക്കണം. ഞാൻ പറഞ്ഞു വന്നത് അതൊന്നും അംഗീകരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞ അർത്ഥമില്ല. കഴിയുന്നതൊക്കെ സുരക്ഷ പാലിക്കണം. നമുക്കൊരു വിശ്വാസമാണ്. നമ്മളെ ശരിയായ ഒരു ദൃഢത നമുക്കുണ്ട്. ആ ദൃഢ എന്താണ്? നമ്മളെ പഠിക്കേണ്ടത് പൂർണ്ണമായി നമ്മൾ ഉൾക്കൊണ്ടാണ് ഒരു വിഷമം വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ പഠിക്കുന്നതിന് അർത്ഥമുള്ളത് അത് പറഞ്ഞാൽ ഇങ്ങനെ കൂടി അത് ചെയ്താൽ ഇങ്ങനെ രക്ഷ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതിന് അർത്ഥമുള്ളൂ. ഇതൊക്കെ വെറുതെ ഇങ്ങനെ കേൾക്കുള്ളൂ. അങ്ങനെ ഇതൊക്കെ ചെയ്താൽ നമ്മുടെ വാക്കുകൾ പറഞ്ഞില്ലേ, അങ്ങനെ ചെയ്താൽ അങ്ങനെ ചില കുറച്ചുകൂടെ ഇതൊക്കെ ഉണ്ടോ? നമുക്കത് വിശ്വാസമുണ്ടോ? ശരിക്കും നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ആളുകൾക്കൊക്കെ വിശ്വാസമുണ്ടോ? ശരിക്കും ഉൾക്കൊണ്ടാവുന്നതും പറയാനില്ല. ശരിയായ വിശ്വാസത്തോട് ചെയ്താൽ ഇതൊക്കെ നമുക്ക് ലഭിക്കും, നമുക്ക് നേടാൻ കഴിയുമെന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ വിശ്വസിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ഇതിലൊക്കെ ഏറ്റവും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. ബാക്കി സുരക്ഷകളും മറ്റുമൊക്കെ നമ്മൾ കഴിയുന്നതൊക്കെ പാലിക്കേണ്ടതുമാണ്. നമ്മൾ ആരും എതിർക്കാൻ പറ്റില്ല. ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ അഭിപ്രായം നമ്മൾ പരമാവധി നമുക്ക് ഉപയോഗിക്കപ്പെട്ടാൻ കഴിയും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലതൊക്കെ ഉണ്ട്. എന്തൊക്കെയോ ആളുകൾ തെറ്റിദ്ധരിച്ചു എല്ലാം കൂടി ഒന്നായിട്ട് വരുന്നതാണ്. തോളോട് തോന്നി പള്ളി കഴിഞ്ഞിട്ട് എത്രയാണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തീരുന്നില്ല. എല്ലാവരും ഇങ്ങനെ കൈ കണ്ടി ചോദിക്കും പള്ളി കഴിഞ്ഞിട്ട് എത്രയാണ് എത്തുമ്പോഴേക്കും അങ്ങനെ മനസ്സിലാക്കി ചോദിക്കുന്നു ചില ആളുകൾ. പള്ളി കഴിഞ്ഞ് അങ്ങനെ നിൽക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ വല്ലാത്ത സംഗതി തന്നെയായിരുന്നു. പക്ഷെ അത് നഷ്ടപ്പെട്ടു. ഇതിലുണ്ടാവും ഇതൊക്കെ കിട്ടാൻ പാടില്ല. അങ്ങനെ ആളുകൾ മുസ്ലിംമാരെ പോലെ അഭിപ്രായങ്ങൾ വരിക. ക്രിസ്ത്യത്വ സുഖം വല്ലാത്ത സുഖത്താണ്. ഇപ്പോൾ ഇതിലുണ്ട് എന്നാ പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ അടുത്തിപ്പോഴേക്ക് ഇവിടെ കൊടുത്തില്ല, നമ്മൾ കൊടുത്തില്ല, എല്ലാവരും നമ്മൾ മാത്രമല്ല. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ തെറ്റിദ്ധരിച്ച് ഇങ്ങനെ ഓരോന്ന് വെക്കുവാണ്. ഇപ്പം പറഞ്ഞാൽ ഇപ്പം പറഞ്ഞാൽ ഞാനൊന്നും പറയാതെ നല്ലൊരു ക്ഷണിച്ചോട് ഞാൻ പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ പള്ളിയിൽ ജുമാല്ലാം പിന്നെ ഇപ്പം തുടങ്ങിയ ജുമാലും ഇനി കിട്ടുന്ന തോന്നുന്നില്ല. അപ്പം ഞാൻ ആൾക്കാർ ജുമ എടുക്കുന്ന പോലത്തിലാണ്. അപ്പോൾ 13 എല്ലാവരും ജില്ലളിയ മതത്തിലേക്കായിട്ടുണ്ട്. സത്യത്തിൽ പറയാതെ എല്ലാവരും ജില്ലളിപ്പിച്ചിട്ടുണ്ട്. എല്ലാം അടിച്ചു കൊണ്ടുവന്നൊക്കെ വളരെ പ്രയാസമാണ്. ഇപ്പോൾ 10-ാം 13-ാം ആയിക്കോട്ടെ പറ്റുന്നൊക്കെ മുസ്ലിംമാർക്കൊക്കെ അഭിപ്രായമുണ്ട്. എല്ലാവരും പരിക്കെടുക്കുന്ന വിധത്തിൽ പറ്റുന്നതിന് വരുമ്പോൾ നമ്മൾ ഒരിക്കൽ തന്നെ വരുമെന്നുള്ളത് പ്രയാസമാണ്. ഓരോരുത്തരും അങ്ങനെ ആയിട്ടിരിക്കുന്നു. അതുകൊണ്ട് കഴിയുന്നത് നമ്മളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മളോട് ചെറിയ നിർദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പൂർണ്ണമായി കഴിവിൻ്റെ പരമാവധി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ദാർശനിക വിദ്യാർത്ഥികളോട് പറയാറുള്ളത് നിങ്ങൾ പഠിക്കാനാണ് ഇവിടെ പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ പല സംഗതികളൊക്കെ ഉണ്ടാവും. പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കണ്ട. അതിൻ്റെ പുറത്ത് വേറെ സംഗതിയില്ല. ഒരാൾ എന്തിനാണോ മെനക്കെട്ട് എന്ന് പറഞ്ഞാൽ അതിന് മെനക്കെട്ട്. ഈ മാർച്ച് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പഠിക്കണം, ദർശി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ദർശി പഠിക്കണം, സ്കൂൾ പഠിക്കുന്നതാണെങ്കിൽ അങ്ങനെ പഠിക്കണം. ഒന്നിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും മനസ്സിലാക്കണം. അതിന് പറ്റിയ സ്ഥാപനമാണ് നമ്മളെ ദാറുൽ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കിട്ടിയൊരു മഹാഭാഗ്യമായും നിങ്ങൾ കണക്കാക്കേണ്ടതാണ്. അപ്പൊ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ചെറിയ പ്രായമാണ്. ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ പാകത്തിലാണ് നിങ്ങൾക്ക് വേണ്ടത്. കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് മുതിർന്നത് ഞങ്ങൾക്ക് അങ്ങനെ കഴിഞ്ഞില്ലാതെ ഇങ്ങനെ കഴിഞ്ഞില്ലാതെ ഒന്നും വിചാരിക്കേണ്ട. അങ്ങനെ പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് ചെറിയ തന്നെ പഠിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പഠിക്കണം. അതിൻ്റെ ഒന്നും അവസരം കൊടുക്കാതെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടൊക്കെ ക്ലാസ് ഉണ്ടായിരിക്കും. ഇനി അത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ വീണ്ടും വരും. നിങ്ങൾ എന്ത് പ്രവൃത്തിയിലാണോ ഏർപ്പെട്ടത് ആ പ്രവൃത്തിയിൽ ഒരു ശ്രദ്ധ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നല്ലവണ്ണം പഠിച്ച് മുമ്പോട്ട് പോകാൻ മുന്നോട്ട് ശ്രമിക്കണം. പരസ്പരത്തിൽ നമുക്ക് ഏവർക്കും തോന്നിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് യഥാർത്ഥ മുത്തഖികളും മുഖ്ലിസുകളുമാക്കി അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി നയിക്കുന്ന സജ്ജനങ്ങൾ നമ്മയും നമ്മുമായി ബന്ധപ്പെട്ട സർവ്വനെയും അള്ളാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വചനത്തിന്റെ ഈ യോഗം ഉദ്ഘാടനമായി അറിയിക്കുന്നു.
ഈ സംരംഭത്തിന് ആശംസ നേരാൻ വേണ്ടി ബഹുമാനായ അഹമ്മദ് ബാർക്കവി പറഞ്ഞിട്ടുണ്ട്. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. വേദിയിലിരിക്കുന്ന ആദരണീയരായ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട പ്രവർത്തകർ, മറ്റ് സ്ഥലങ്ങളുടെ നേതാക്കൾ, സദസ്സിലുള്ള വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കൾ, കേരള സുന്നി ജമാഅത്തിന്റെ പ്രാരംഭകാലമായ റബീഉൽ അവ്വൽ പ്രമാണിച്ചാൽ വളരെ വ്യതിരിക്തമായ ഒരു പ്രമേയവുമായി ഇക്കഴിഞ്ഞ 10-13 വർഷം എല്ലാ റബീഉൽ അവ്വലിലും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ ഈ സംഭവം നടത്തുകയാണ്. അതെല്ലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് നബിതങ്ങളുടെ സമൂഹത്തിൽ ഉത്ബോധിപ്പിക്കപ്പെടുന്നതിൻ്റെ മറ്റൊരു ഭാഗമായ നാം മനസ്സിലാക്കിയെടുക്കേണ്ട വിഷയവുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളാണ് ഈ സുന്നി ജമാഅത്ത് സംഘടിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മുടെ അവലംബം, ആലംബം, നമുക്ക് അഭയകേന്ദ്രമായി മനസ്സിലാക്കാനുള്ളത് എന്ന് സമൂഹത്തെ ധരിപ്പിക്കുകയാണ് ഈ സമയത്ത്. സുദീർഘമായ ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. കഴിഞ്ഞ ഈ ഒരു മാസത്തെ ക്യാമ്പയിനിൽ ഇതേ വിഷയം ഞാനൊരു യൂട്യൂബിലായി സംസാരിച്ചിട്ടുണ്ട്. വേണ്ടവർ അത് നമ്മുടെ വിഷയാവതരണങ്ങൾ തന്നെ കുറച്ച് വന്നിട്ടുണ്ടെന്ന് നമുക്ക് സംശയമില്ല. ഏതായാലും അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങളെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇങ്ങനെയോട് പറയാറുണ്ട്, അശ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു. നമ്മുടെ യജമാനനായ മുഹമ്മദ് എന്നവർ അല്ലാഹുവിന്റെ വലുവനാണ്, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അടിമയാണ്. ഒരു മനുഷ്യന്റെ മഹത്വങ്ങളിൽ ഏറ്റവും മുന്തി നിൽക്കുന്നത് അല്ലാഹുവിന്റെ അബ്ദായി യാഥാർത്ഥ്യത്തിൽ ഒരടിമയായി മാറും. അടിമത്വത്തിൽ എത്ര ഉയരുന്നുവോ അതിനനുസരിച്ചാണ് ഒരു മനുഷ്യന്റെ പവർ. നബിതങ്ങളുടെ റിസാലത്തിനേക്കാൾ, നുബുവത്തിനേക്കാൾ ഒക്കെ സാധാരണ ഈ ഷഹാദത്തിൽ നാം മുന്തിക്കാറുള്ളത് അബ്ദുഹു എന്ന വാക്കാണ്. മഹാനായോട് പറയുന്നു, സയ്യിദ് എന്നതിന് യജമാനൻ എന്നാണ് അർത്ഥമെങ്കിൽ അതിന്റെ മാറ്റമായി നമ്മെ സൂചിപ്പിക്കേണ്ടത് അടിമകൾ എന്നാണ്. നിബിതങ്ങൾ യജമാനനും നാം ആ നബിയുടെ അബ്ദുമാണ് വാസ്തവത്തിൽ എന്ന് ബഹുമാനപ്പെട്ടവരോട് പലപ്പോഴും പറയാറുണ്ട്. ഈ ദുനിയാവിലും ഇത് കഴിഞ്ഞുള്ള ബർസഖിലും ആഖിറത്തിലും ഒക്കെ പല കാര്യങ്ങളിലും ഇടപെടാനും പലതും തീരുമാനിക്കാനും പലതും തിരുത്താനും കൊടുക്കേണ്ടവർക്ക് കൊടുക്കാനും തടയേണ്ടവർക്ക് തടയാനും അല്ലാഹു തആല നബിതങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്നത് മഹാന്മാർ പഠിപ്പിച്ച ഒരു വസ്തുതയാണ്. ഹബീബായ നബിതങ്ങളുടെ കുടുംബത്തിൽ തന്നെ ബനൂ ഹാശിം, ബനൂ മുത്തലിബ്, അതിന്റെ പുറമെ അബ്ദു ശംസ് നൗഫൽ എന്നീ 2 പിതാക്കന്മാരുടെ മക്കളായി
സ്വന്തം കുടുംബത്തിൽ വെച്ച് മാറ്റി അവരും ഞാനുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഹാശിം മുത്തലിബിന്റെ മക്കളുമായുള്ള ആ കുടുംബമേ ഞങ്ങൾ തമ്മിൽ ബന്ധമുള്ളൂ എന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തലിബിന് നൽകിയിട്ടുണ്ട്. പ്രസിദ്ധ സ്വഹാബിവര്യരായ സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹു തങ്ങളവറുകൾ അവിടുത്തെ ജീവിതത്തിൽ സത്യവും അന്വേഷിച്ചുകൊണ്ട് ദീർഘദൂരം യാത്ര ചെയ്ത് അവസാനം മദീനയിലെത്തിയപ്പോൾ വിശ്വാസിയായ സൽമാൻ എന്നവരെ ചൊല്ലി അൻസാരികളും മുഹാജിറുകളുമായ സ്വഹാബാക്കൾ തമ്മിലൊരു തർക്കം. അൻസാറുകൾ പറയുന്നത് സൽമാൻ അൻസാരിയാണ്, മദീനക്കാരല്ല. മുഹാജിറുകൾ പറയുന്നത് അതല്ല, മദീന നിവാസികളല്ല, അയാൾ വേറെ ഏതോ രാജ്യത്ത് വെച്ച് വന്ന ആളായതുകൊണ്ട് മുഹാജിറുകളായ ഞങ്ങളുടെ പട്ടികയിൽപ്പെട്ടവരാണ്. ആദരവായ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തർക്കത്തിന് പരിഹാരം കൊടുക്കാൻ മുത്തുനബി തങ്ങൾ പറഞ്ഞത് സൽമാൻ മുഹാജിറല്ല, സൽമാൻ അൻസാരിയുമല്ല, സൽമാൻ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു മഹാനാണ്. സൽമാൻ മിന്ന, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് അങ്ങേതോ രാജ്യത്ത് ജനിച്ച സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ അഹ്ലു ബൈത്തിന്റെ പട്ടികയിൽ ചേർക്കാനുള്ള അധികാരം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ദുനിയാവിലായാലും ആഖിറത്തിലായാലും അല്ലാഹു തആല എന്ന യജമാനനായ റബ്ബുൽ ഇസ്സത്തിന്റെ അനുമതി പ്രകാരം എല്ലാം നിറവേറ്റാനുള്ള അധികാരം മുത്തുനബിക്ക് നൽകുമ്പോൾ ആ നബിയിൽ വെച്ചാണ് കാര്യങ്ങൾ നാം നേടിയെടുക്കേണ്ടതെന്നും അഭയ കേന്ദ്രമായി മനസ്സിലാക്കേണ്ടതെന്നും ഇസ്ലാമിന്റെ പാഠം സമൂഹത്തെ റബീഉൽ ധരിപ്പിക്കുകയാണ് സുന്നി ജമാഅത്തിന്റെ ഈ പ്രമേയത്തിന്റെ ഉദ്ദേശം. അല്ലാഹുവിന്റെ ഹബീബ് നല്ല വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ട്, നല്ല സംസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്, നല്ല സ്വഭാവം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരും പറയും. ഈ പറയുന്നതിന്റെ പുറമെ നുബുവത്ത് നൽകി ആദരിക്കപ്പെട്ട നബിമാർക്ക് തന്നെ രണ്ട് പ്രകൃതം അല്ലാഹു തആല നൽകിയിട്ടുണ്ടെന്നതിൽ ഒരു പ്രകൃതത്തെ പലരും വിസ്മരിച്ചു കളയുകയാണ്, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് അത് പറയാതിരിക്കുകയാണ്. മനുഷ്യന്റെ പ്രകൃതിയിലും മലക്കിന്റെ പ്രകൃതിയിലുമാണ് അല്ലാഹു തആല അമ്പിയാക്കളെയും മുർസലുകളെയും സൃഷ്ടിച്ചതെന്ന് ഉലമാക്കൾ ധരിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരോട് പെരുമാറുന്ന മുത്തുനബി തങ്ങൾ മലായികത്തുമായി ഇടപഴകാൻ കഴിയണം, ജിന്നുകളുമായി ഇടപഴകാൻ കഴിയണം എന്ന് മാത്രമല്ല, ഏകനായ അല്ലാഹുവുമായി പോലും സംസാരിക്കാൻ അല്ലാഹു തആല ചാൻസ് നൽകിയിട്ടുണ്ട്. അല്ലാഹുവുമായി നേരിട്ട് മുനാജാത്ത് നൽകാനുള്ള പ്രകൃതി പോലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് അല്ലാഹു തആല നൽകിയിട്ടുണ്ടെന്ന് ഹദീസുകൾ വിശദീകരിക്കുന്ന മുഹദ്ദിസുകളും മഹാന്മാരും രേഖപ്പെടുത്തുന്നത് കാണാം. ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വരുമ്പോൾ മനുഷ്യ രൂപത്തിലാണ് ചിലപ്പോൾ എന്റെ അടുത്തേക്ക് വരുന്നത്. ബെല്ലടിക്കുന്ന ശബ്ദത്തിൽ ചിലപ്പോൾ വരാറുണ്ട്. അത്തരം ഘട്ടങ്ങൾ അതിശക്തമായി ഞാൻ പ്രയാസം അനുഭവിക്കുന്ന ഘട്ടമാണെന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ വാക്ക് വിശദീകരിക്കുമ്പോ മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് ഈ പ്രയാസത്തിന്റെ കാരണം. ജിബ്രീൽ എന്നവർ മനുഷ്യരൂപത്തിൽ വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരിലേക്ക് ഇങ്ങോട്ട് പരിണമിക്കുകയാണ്. അതേ സ്ഥാനത്ത് മലക്കിന്റെ രൂപത്തിലാണ് വരുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ മനുഷ്യ പ്രകൃതിയിൽ വെച്ച് മലക്കിന്റെ ത്വബിലേക്കും പ്രകൃതിയിലേക്കും മാറ്റപ്പെടുന്നത് കൊണ്ടാണ് ഈ പ്രയാസം അനുഭവിക്കുന്നതെന്ന് വിശദീകരിക്കുമ്പോ ദുനിയാവിൽ നമുക്കുള്ളത് നബിയാണ്, ബർസഖിയായ ലോകത്ത് നബിയാണ്, ആഖിറത്തിലെത്തുമ്പോഴും നബിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ആരും അർഹരല്ലെങ്കിലും മുത്തുനബിയോടൊപ്പം ഹിസാബില്ലാതെയും വിചാരണയില്ലാതെയും അല്ലാഹുവിന്റെ മഹ്ദ് ഫദ്ൽ കൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഫുഖറാഉൽ മുഅ്മിനുകളിൽ നാം ഏവരെയും നാമാക്കിയ ഉസ്താദുമാരെ, നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ,
മുത്തുനബിയോടൊപ്പം സ്വന്തം പ്രദേശം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്ന് അല്ലാഹു നമുക്ക് മേൽ പരിധിയില്ലാത്ത ഖൈർ ചൊരിയുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കേരള സുന്നി ജമാഅത്തിന്റെ മീലാദ് ക്യാമ്പയിന്റെ സമാപനത്തോടനുബന്ധിച്ച് സമാപന സംഗമത്തിൽ ഇശലിൽ അവതരിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ലഭിച്ചിട്ടുണ്ട്. 2 വിദ്യാർത്ഥികളുടെ ഇശൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ആദ്യമായി മുഹമ്മദ് യാസീൻ ഇബ്ൻ സാലിം നേരത്തെ ചെങ്കുറ്റ സുരപുരി ചിക്കും പങ്കും പതിലും കേട്ടത്തേക സ്വർഗത്താനം ചൊങ്കാര തരുണിമാർ മന്ത്രമത്തി കളിയാടും ചെങ്കത്തികവോട് സോനം കൊശിതാനം എങ്കിലും ഒപ്പമേനെ പൊന്നു ചങ്കുകളിപ്പം മേടിപ്പം എങ്കിലും ഒപ്പമേനെ പൊന്നു ചങ്കുകളിപ്പം മേടിപ്പം എങ്കും പുണർപ്പം ദിവപ്പം ജോർജോർശാരം സുഖസുരതരമാം മികപൊരി ഹരമാം സുഖസുരതരമാം മികപൊരി ഹരമാം ഷാജർ ഹജർ സലാമാ ശറഫുടെ മക്കാമാ സുഖദാനം ചുങ്കുറ്റ സുരപൊരി വീട്ടും തിക്കും പൊങ്ങും പതിലും കേട്ടും തീക സ്വർഗദാനം ചൊങ്കാര തരുണിമാർ പന്തലമത്ത് കളിയാടും ചെങ്ക് തികവോട് സോനം കുശിതാനം ഭംഗി സമുദ്രമുക്കും പൊക്കിളാക്കിൻ പൂക്കളെ വൈരികൾ ചൊല്ലുന്നല്ല സംഗീതമാകും പോരുളെ ആലിത് തനോമക്കായി തിരുവഞ്ഞും തരനെ മാലിക്കിൽ പോരവൈ തിന്നെത്തരമെത്തും വിധമേ സ്തുതി തൊളി മുള്ളങ്കോ കതിരൊളി തുള്ളങ്കോ ചിത്തിരുമെത്തരമെത്തരമേട ചെക്കുളിറും മന്ദർ കൂട്ടാൻ മതി മതി വിധി ഗീതു മതി സുധർവദനതു കാമാ കുറ്റ സൂര്യപൊരി മുത്തും പൊങ്ങും പതിലും കേട്ടത്തേക സ്വർഗത്താനം ചൊങ്കാര തരുണിമാർ മന്ത്രമത്ത് കളിയാടും ചെങ്ക് തികവോട് സോനം കുശിതാനം റെങ്കിലും ഒപ്പം മീനപ്പം ചങ്കുകളിപ്പം മീടിപ്പം റെങ്കിലും ഒപ്പം മീനപ്പം ചങ്കുകളിപ്പം മീടിപ്പം എങ്കും പുണർപ്പം തിമർപ്പം ജോർജർശാരം സുഖസുരതരമാം മികപൊരി ഹരമാം സുഖസുരതരമാം മികപൊരി ഹരമാം ഷാജർ ഹജർ സലാമാ ശറഫുടെ മക്കാമാ സുഖദാനം ചുങ്കുറ്റ സുരപൊരി തിക്കും പൊങ്ങും പതിലും കേട്ടും തീക സ്വർഗദാനം ചൊങ്കാര തരുണിമാർ പന്തലമത്ത് കളിയാടും ചെങ്ക് തികവോട് സോനം കുശിതാനം. അടുത്തത് സയ്യിദ് മുഹമ്മദ് താജുദ്ദീൻ. ചമ്പകമോ ചന്ദിരനോ ചന്മനതോഹാവ് ചമ്പകമോ ചന്ദിരനോ ചന്മനതോഹാവ് അമ്പർമണം വീശും അമ്പിളി മഞ്ചാരാജാവ് അഭിലാഷം റൗലയിലേ അബ്ബാസിം യാ നബി അഭിലാഷം റൗലയിലേ അബ്ബാസിം യാ നബി ചമ്പകമോ ചന്ദിരനോ ചന്ദനതോഹാവ് അമ്പർമണം വീശും അമ്പിളി മഞ്ചാരാജാവ് മരതമോ മരഹിതളോ മഹബൂബോരെ പവിയമുഖം മാരിവില്ലിന്റെ അയകോ സാരസപൂമുഖം മരതമോ മരഹിതളോ മഹബൂബോരെ പവിയമുഖം മാരിവില്ലിന്റെ അയകോ സാരസപൂമുഖം കടൽ പോലെയാ പുകചേലുകൾ കനകരസോൽ മധുഹോ
വീശും അമ്പിളി രാജാവ് നോവിച്ച ശത്രുവിനെ പോലും സ്നേഹിച്ചെന്റെ റസൂൽ നേരുമാത്രം ചൊല്ലിയ നൂറാണല്ലമീ നോവിച്ച ശത്രുവിനെ പോലും സ്നേഹിച്ചെന്റെ റസൂൽ നേരുമാത്രം ചൊല്ലിയ നൂറാണല്ലമീ ഇസ്രായേലും മെഹ്റാജിലും അതിബർ നബി അങ്ങിൽ സലാം ഇസ്രായേലും മെഹ്റാജിലും അതിബർ നബി അങ്ങിൽ സലാം ചമ്പകമോ ചന്ദ്രനോ ചിങ്ങത്തോഹാവ് അമ്പർ മണം വീശും അമ്പിളി രാജാവ് അഭിലാഷം റൗളഹിലേ അബഖാസും യാ നബി അഭിലാഷം റൗളഹിലേ അബഖാസും യാ നബി ചമ്പകമോ ചന്ദ്രനോ ചിങ്ങത്തോഹാവ് അമ്പർ മണം വീശും അമ്പിളി രാജാവ് ഈ പരിപാടികളിൽ ആശംസ നൽകുന്നത് ബഹുമാന്യരായ ദാറുൽ ഖൈർ ഉസ്താദ് കൂടിയായ ബഹുമാന്യരായ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമായുടെ മുശാവറ കൂടിയായ മൈപ്പൂർ ഉസ്താദുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. ഉസ്താദുമാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സുന്നി ജമാഅത്തിന്റെ മീലാദ് വിളംബരത്തിന് സമാപനം നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിനായി കൊടുത്ത മദദ് ലഭിക്കുന്ന മുഅ്മിനീങ്ങളുടെ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ദീർഘായുസ്സോടെയും സ്വാലിഹായ അമലുകളോടെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി ബഹുമാന്യനായ കെ കുഞ്ഞാലി മാസ്റ്റർ സംസാരിക്കുന്നു. കുഞ്ഞാലി മാസ്റ്റർ സംസാരിക്കുന്ന അദ്ദേഹത്തെ അതിലോട് ക്ഷണിക്കുന്നു. കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ സുന്നികളുടെ ബഹുജനങ്ങളുടെ ഒരു ജനറൽ പ്ലാറ്റ്ഫോമാണ് കേരള സുന്നി ജമാഅത്ത്. കേരള സുന്നി ജമാഅത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് റബീഉൽ മാസത്തിൽ ഇതുപോലുള്ള പ്രമേയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ. ഈ വർഷം ഏറ്റവും കാര്യമായ വിഷയം എന്നുള്ള നിലയിലാണ് പ്രതിസന്ധികളിൽ അമലപ്പവും ആവലപ്പവുമാണ് ബഹുമാനപ്പെട്ട തങ്ങൾ എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ നമ്മുടെ അഹമ്മദ് ബാക്കവി പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ നല്ല പ്രഭാഷണങ്ങൾ, പ്രൗഢഗംഭീരമായ അർത്ഥഗംഭീരമായ പ്രഭാഷണങ്ങൾ കേട്ടുകഴിഞ്ഞു. ഒരുപാട് പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി സമാപനമായത്. ഈ പരിപാടി ഒരു സാഹിത്യകാരനായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഏറ്റവും വലിയ പരിസ്ഥിതിയായ നാളെ ആഖിറത്തിലേക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് സയ്യിദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിന് നമ്മളെല്ലാം അതിന്
അർഹരായി മാറാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. ആശംസ നേർന്നുകൊണ്ട് ജാമിയ ഫലാഹിയായ ഉസ്താദ് കൂടിയായ ബഹുമാന്യരായ കെ ശിഹാബ് സംസാരിക്കുന്നു. ആദരവും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള സുന്നി ജമാഅത്ത് മീലാദ് ക്യാമ്പയിൻ സമാപന പരിപാടികൾ എല്ലാ ആശംസയും നേരുന്നു. അസ്സലാമു അലൈക്കും. ഈ പരിപാടികളിൽ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ബഹുമാന്യരായ ഹസൻ ഉസ്താദ് അവരുകൾ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മാസക്കാലം നീണ്ടുനിന്ന ക്യാമ്പയിന്റെ സമാപനമാണ് പ്രൗഢമായ വേദിയുടെയും പ്രൗഢമായ സദസ്സിന്റെയും സാന്നിധ്യത്തിൽ ഇവിടെ സമാപിക്കുന്നത്. കേരള സുന്നി ജമാഅത്തിന്റെ വർഷാന്തം റബീഉൽ അവ്വലിൽ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ഈ വർഷത്തെ ക്യാമ്പയിൻ. ഈ വർഷത്തെ പ്രതികൂലമായ സാഹചര്യം കണക്കിലെടുത്ത് ഏകദേശ പരിപാടികളും ഓൺലൈൻ വഴിയാണ് നടന്നതെങ്കിലും സമാപന ചടങ്ങ് ഓൺലൈൻ അല്ലാതെ ശരിക്കും നമ്മുടെ ഓഫ്ലൈനായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയും എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ പ്രൗഢമായ വേദി കഴിഞ്ഞ ഉടനെ സ്ഥാപനത്തിൽ വിദ്യാർത്ഥികൾ ഓൺലൈനിൽ സംഘടിപ്പിച്ച കലാരവത്തിന്റെ സമ്മാനദാന ചടങ്ങ് കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ ബഹുമാനപ്പെട്ട ഈ വേദി വിദ്യാഭ്യാസം വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. അത്രയും നല്ലൊരു വേദി വീട് കിട്ടിയതാണ് ദാറുൽ ഖൈറിനെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ഈ സമാപന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ സഖാഫി അവർക്ക് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഉദ്ഘാടനം ചെയ്ത